സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഞായറാഴ്ച ദിവസങ്ങളിൽ വല്ലപ്പോഴൊക്കെ ബീഫ് മേടിക്കാറുണ്ട്. അങ്ങനെ എല്ലാ ഞായറാഴ്ച ഒന്നും മേടിക്കാറില്ല. ബീഫ് നമ്മുടെ ശ്രീഹരിക്ക് ബീഫ് ഭയങ്കര ഇഷ്ടമാണ്. എവിടെ പോയാലും ബീഫ് മന്തി ഉണ്ടോ, ബീഫ് കറി ഉണ്ടോ എന്ന് ചോദിക്കുള്ളൂ. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ബീഫ് വാങ്ങിച്ചിട്ടുണ്ട്. ഞങ്ങളെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ മേച്ചേരിപ്പടി എന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ബീഫ് വാങ്ങിച്ചത്. അത്യാവശ്യം നല്ല ബീഫാണ് കിട്ടിയുള്ളത്, നല്ല ക്ലിയർ പീസാണ് കിട്ടിയുള്ളത്. അപ്പോൾ വൈഫ് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീഫ് മേടിച്ച കുഴപ്പമില്ല, മാക്സിമം നെയ്യ് ഒഴിവാക്കിയിട്ട് കട്ട് ചെയ്ത് തരണം എന്നാണ് പറയുക. അത് അവർ കട്ട് ചെയ്യുമ്പോൾ അവർ നെയ്യൊക്കെ കൂടി കട്ട് ചെയ്യും. പിന്നെ വീണ്ടും നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് നെയ്യ് കട്ട് ചെയ്യുന്ന പ്രാന്താവും, എടുക്കാനും കിട്ടില്ല. അപ്പോൾ ഞാൻ അവിടുന്ന് ഒരു കിലോനും കൂടുതലുണ്ട്. അത് മേടിച്ച് അവിടുന്ന് കട്ട് ചെയ്യാണ്ട് വീട്ടിൽ കൊണ്ടുവന്നു. ഇവിടെ കട്ട് ചെയ്ത് നമ്മൾ മാക്സിമം ഇറച്ചി മുറിക്കുമ്പോൾ തന്നെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരു കുഴപ്പമില്ലാണ്ട് കിട്ടും. അപ്പോൾ മാക്സിമം നെയ്യ് ഒഴിവാക്കി എടുക്കാനാണ് നോക്കുന്നത്. നെയ്യ് ഒഴിവാക്കി കഴിഞ്ഞാൽ ടേസ്റ്റ് കുറയുമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. നെയ്യ് ഒഴിവാക്കി കഴിഞ്ഞാൽ ടേസ്റ്റ് കുറയുമെന്നുള്ളത് കേട്ടോ. പിന്നെ വേറെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ ഇതിൽ വേറെ ഒന്നുമില്ല, ഈ ബീഫ് ഇങ്ങനെ കട്ട് ചെയ്യൽ മാത്രമേ ഉള്ളൂ. പിന്നെ സ്പീഡാക്കലും അങ്ങനെ അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വീഡിയോകളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. ഇനി കൂടുതൽ പറയാനുള്ള ന്യൂ ഇയറാണ് വരാനുള്ളത്. 2025 എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഐശ്വര്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇതുവരെയുള്ള സപ്പോർട്ടിന് നന്ദി. താങ്ക് യു. അടുത്ത കൊല്ലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. പറ്റുമെങ്കിൽ ന്യൂ ഇയർ പ്രോഗ്രാമൊക്കെ ആയിട്ടൊരു വീഡിയോ ചെയ്യണമെന്നുണ്ട്. നമ്മളെ തൃശ്ശൂർ നല്ലൊരു പരിപാടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് എടുക്കാൻ പറ്റുമോ നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു.